ഏകദേശം ഒരു വർഷം മുമ്പ് 1099 രൂപ എടുത്ത് ആമസോണിൽ നിന്ന് മേടിച്ച സെല്ലോയിൻ്റെ തെർമൽ സ്റ്റീൽ വാട്ടർ ബോട്ടിലാണിത്. 1000 ml ആണ് ഇതിൻ്റെ സൈസ്. ഇത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു വാട്ടർ ബോട്ടിലാണ്. പിന്നെ ഇതിനകത്ത് ചൂട് നല്ല അടിപൊളിയായിട്ട് 24 മണിക്കൂർ നിൽക്കും. പിന്നെ ഇതിൻ്റെ മോളിൽ കണ്ടോ, ഇതേപോലെയാണ് നമ്മൾ തുറക്കുന്നത്. ഒരു കപ്പ് പോലെ കിട്ടും. അപ്പോൾ നമുക്ക് വെള്ളം നല്ല ചൂടായിരിക്കും ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്ത് ഒഴിച്ചിട്ട് നമുക്ക് ആറ്റി കുടിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനും കൂടെ അതിനകത്ത് വരുന്നുണ്ട്, ഒരു ഇൻബിൽഡ് കപ്പ്. വൈ ഐ ബോട്ട് ദിസ്? ഞാനിത് മെയിനായിട്ട് മേടിച്ചത് നല്ല ചൂട് വെള്ളം രാത്രിക്ക് എടുത്തു വെച്ചിട്ട് രാവിലെ ആയി കഴിഞ്ഞാലും അതേപോലെ കിട്ടാൻ വേണ്ടി ഒരു വാട്ടർ ബോട്ടിൽ തപ്പി നടന്നിട്ടാണ് ലാസ്റ്റ് കണ്ടുപിടിച്ചത് ഇതിനെ. ഓഫ് കോഴ്സ് ഇതെൻ്റെ റിക്വയർമെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്തു. നമ്മൾ ഇതിനകത്ത് രാത്രി വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആയിക്കഴിഞ്ഞാലും നമ്മൾ വെച്ച അതേ ചൂടിൽ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ടാവും. 24 മണിക്കൂർ വരെ സെയിം ചൂട് നിൽക്കുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഏകദേശം അതുപോലെ തന്നെ കിട്ടുന്നുമുണ്ട്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുക നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ ചൂടുവെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാൻ ഇതൊരു പെർഫെക്റ്റ് ഓപ്ഷനാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈ കാണുന്ന കപ്പ് പോലത്തെ സാധനമാണ്. കപ്പല്ല, ഒരു ഗ്ലാസ്. ഇത് നമ്മൾ എക്സ്ട്രാ ഗ്ലാസ് നമുക്ക് മേടിക്കേണ്ട. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നേരെ ഇങ്ങനത്തിട്ട് ഒഴിച്ച് നമുക്ക് ചൂടാറ്റി കുടിക്കാൻ പറ്റും. അതെനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ബോട്ടിലാണ്. പിന്നെ ഈ കപ്പ് ഇതിൻ്റെ മുകളിലുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ തുറന്നിട്ട് കുടിക്കാനൊന്നും പറ്റില്ല. അതേപോലെ ഇങ്ങനെ അടച്ച് സേഫാക്കി വെക്കണം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് എനിക്ക് തോന്നിയത് ഇത് അത്യാവശ്യം നല്ല ഹെവിയാണ്. നല്ല ഹെവി. നമുക്ക് ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് നമ്മളൊരു ട്രെക്കിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ ഈ സാധനം ഒട്ടും കംഫർട്ടബിൾ ആയിരിക്കില്ല. എവിടെയെങ്കിലും വെച്ച്, ഞാൻ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് വെച്ചിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും. പിന്നെ ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ടൊക്കെ നടക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് നിങ്ങളൊരു ബോട്ടിൽ തപ്പി നടക്കുന്നതെങ്കിൽ ഇതൊരു പെർഫെക്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ദിസ് ഈസ് യുവർ റിവ്യൂ ബഡി. മാസങ്ങളോളം യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത ഐറ്റംസ് മാത്രമാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഓൺലൈനിൽ കിട്ടുന്ന ഒട്ടുമിക്ക എല്ലാ പ്രോഡക്റ്റിൻ്റെയും പക്ക റിവ്യൂവിനും ജെനുവിൻ ഫീഡ്ബാക്കിനും വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. എന്തായാലും പിന്നീട് ആവശ്യം വരും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ ഫീഡ്ബാക്ക് അറിയണമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തോ.